ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ സൗണ്ട് വേവ്സ് ആണ്. ഒരു കുട്ടി ഊഞ്ഞാലാടുന്ന പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഊഞ്ഞാലിന്റെ മോഷൻ എങ്ങനെയാണെന്ന് ഫിഗർ 1.1-ൽ കാണിച്ചിരിക്കുന്നത് നോക്കുക. ഫ്രീ സ്റ്റേറ്റിൽ സ്വിങ് O എന്ന പൊസിഷനിലായിരിക്കും. അതിന് ഇക്വിലിബ്രിയം പൊസിഷൻ എന്നാണ് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം പൊസിഷന് എബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് ഈ സ്വിങ് നടത്തുന്നത്. ഈ ടു ആൻഡ് ഫ്രോ മോഷൻ റെഗുലർ ടൈം ഇന്റർവെല്ലിലാണ് നടക്കുന്നത്. ഇതൊരു പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷൻ ഈസ് എ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. ഈ രീതിയിലുള്ള മോഷന് ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് മോഷൻ ഡസ് ദ സ്വിംഗ് ഹാവ്? സർക്കുലർ ഓർ ഓസിലേറ്ററി? Oscillatory is the answer. What is the initial position of the swing when it starts oscillating from its free state or equilibrium position? Initial position of the swing is O. O is the answer. എന്താണ് ഓസിലേഷൻ എന്നിവിടെ തന്നിട്ടുണ്ട്. Oscillation is a periodic motion in which an object moves to and fro at regular intervals of time about its equilibrium position. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്ക് ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് സ്മോൾ ലെറ്റർ എ. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്നതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് തന്നെ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റും മീറ്റർ ആണ്. ഇൻ ദ ഫിഗർ, what is the maximum displacement to one side from the equilibrium position? 2a, a/2, a. Maximum displacement to one side is small letter a. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോക്കാം. The magnitude of maximum displacement to one side from its equilibrium position is amplitude. The symbol of amplitude is small letter a. The SI unit of amplitude is meter. SI unit എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ് ആണ്. സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് SI-യുടെ ഫുൾ ഫോം. ഒരു സ്വിങ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കുക. ഇവിടെ രണ്ട് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഫിഗർ 1.1-ൽ സ്വിങ്ങിന്റെ മോഷൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങുന്നത് പൊസിഷൻ ഓയിൽ നിന്നാണ്. ഓയിൽ നിന്ന് എയിലെത്തി, എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് തിരിച്ച് ഓയിലെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഫിഗർ 1.1-ൽ സ്വിങ്ങിന്റെ മോഷൻ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത് പോയിന്റ് എയിൽ നിന്നാണ്. എയിൽ നിന്ന് ബിയിലെത്തി തിരിച്ച് എയിലെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ നടക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. When does the swing complete one oscillation? When the pendulum starts from O, reaches A and returns to O. Or when the pendulum starts from O, reaches A, then to B and back to O. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ ആണ്. When the pendulum starts from O, reaches A, then to B and back to O. ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. When the pendulum starts from O, reaches A and returns to O. ഇപ്പോൾ ഹാഫ് ഓസിലേഷനെ നടന്നിട്ടുള്ളൂ. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട പിക്ചറിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ കാണിച്ചുകൊണ്ട്
ഈ ആൺകുട്ടി ടീച്ചറിനോട് പറയുകയാണ്, ടീച്ചറെ ഈ കുട്ടി 10 തവണ ഊഞ്ഞാലാടി, ഇനി എന്റെ ടേൺ ആണെന്ന്. അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ്, ഞാൻ 5 തവണ ആടിയുള്ളൂ ടീച്ചറേന്ന്. അപ്പോൾ ടീച്ചറും പറഞ്ഞു, ശരിയാണ്, 5 തവണയെ ആടിയുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം ഇവര് രണ്ടുപേരും പറഞ്ഞ എണ്ണത്തിന് വ്യത്യാസം വന്നത്? ഈ ആൺകുട്ടി ഹാഫ് ഓസിലേഷൻ നടന്നപ്പോഴേ അത് കംപ്ലീറ്റ് ഓസിലേഷൻ ആയിട്ട് കൗണ്ട് ചെയ്തു. അതായത് ഓയിൽ നിന്ന് എയിലെത്തി, എയിൽ നിന്ന് തിരിച്ച് ഓയിലെത്തിയപ്പോഴേ ഒരു ഓസിലേഷൻ ആയി എന്നാണ് ഈ ആൺകുട്ടി കൗണ്ട് ചെയ്തത്. അതുകൊണ്ടാണ് 10 ഓസിലേഷൻസ് ആയി എന്ന് പറഞ്ഞത്. സോ ഓയിൽ നിന്ന് എയിലെത്തി, എയിൽ നിന്ന് ബിയിലെത്തി, തിരിച്ച് ഓയിലെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓസിലേറ്ററി മോഷന് 2 എക്സാമ്പിൾസ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരെണ്ണം ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, മോഷൻ ഓഫ് ദ പെൻഡുലം ഓഫ് എ ക്ലോക്ക്. ക്ലോക്കിന്റെ പെൻഡുലം ടു ആൻഡ് ഫ്രോ മോഷൻ ആണ് നടത്തുന്നത്. അത് ഒരു ഓസിലേറ്ററി മോഷനാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് വൈബ്രേഷൻ ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക്. ട്യൂണിംഗ് ഫോർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ട്യൂണിംഗ് ഫോർക്കിന്റെ പ്രോങ്സ് ആണ്, ഇത് സ്റ്റെം ആണ്. ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യുമ്പോൾ ഈ പ്രോങ്സ് വൈബ്രേറ്റ് ചെയ്യുന്നത് ടു ആൻഡ് ഫ്രോ മോഷനിലാണ്. സോ വൈബ്രേഷൻ ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓസിലേറ്ററി മോഷൻ. ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലം നോക്കുക. If a pendulum takes 1 minute to complete 30 oscillations, how long does it take to complete 1 oscillation? ഒരു പെൻഡുലം 30 ഓസിലേഷൻസ് നടത്താൻ 1 മിനിറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ഓസിലേഷൻ നടത്താൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം ഫോർ 30 oscillations is equal to 1 minute. 1 minute is equal to 60 seconds. ടൈം ഫോർ 1 ഓസിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 30 ഓസിലേഷൻസ് എന്നുള്ളത് 1 ഓസിലേഷൻ ആകണമെങ്കിൽ ഈ 30യെ 30 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 30 ഓസിലേഷൻസ് എന്നുള്ളത് 1 ഓസിലേഷൻ ആകുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് 60 സെക്കൻഡ്സ് എന്നാണ്. സോ 60 സെക്കൻഡ്സിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടൈം ഫോർ 1 ഓസിലേഷൻ കിട്ടും. 60 ഡിവൈഡഡ് ബൈ 30 ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സ്. ടൈം ഫോർ 1 ഓസിലേഷന് ടൈം പീരിയഡ് എന്നാണ് പറയുന്നത്. ടൈം പീരിയഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ ചെയ്തത് 60 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 30 എന്നാണ്. 60 സെക്കൻഡ് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം ആണ്, 30 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസും ആണ്. സോ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് ചെയ്താൽ ടൈം പീരിയഡ് കിട്ടും. ടൈം പീരിയഡിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ടി എന്നാണ്. ടൈം പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ നടത്താൻ എടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് ടൈം പീരിയഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കും. The time taken for 1 oscillation is called period or time period. Its symbol is capital letter T. SI unit of period is second. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Find the number of oscillations the same pendulum completes in 1 second. ഒരു സെക്കൻഡിൽ ഈ പെൻഡുലം എത്ര ഓസിലേഷൻസ് നടത്തും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഡേറ്റ 1 മിനിറ്റിൽ 30 ഓസിലേഷൻസ് നടത്തുമെന്നാണ്. സോ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 മിനിറ്റ് ഓർ 60 സെക്കൻഡ്സ് ഇസ് ഈക്വൽ ടു 30. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഈ 60 സെക്കൻഡ് എന്നുള്ളത് 1 സെക്കൻഡ് ആകാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് 30 ആണ്. സോ 30യെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ് കിട്ടും. 30 ഡിവൈഡഡ് ബൈ 60 ഇസ് ഈക്വൽ ടു 1/2. നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡിന് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്.
ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ 30/60 എന്നാണ് നമ്മൾ ചെയ്തത്. 30 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്, 60 എന്ന് പറയുന്നത് ടോട്ടൽ ടൈമുമാണ്. സോ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ ഫ്രീക്വൻസി കിട്ടും. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെർട്സ് ആണ്. ഫ്രീക്വൻസിയെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ എഫ് ആണ്. The number of oscillations in 1 second is called frequency. The SI unit of frequency is hertz. Hertz in the symbol capital letter H, small letter Z എന്നാണ്. Frequency is denoted by the letter small letter F. Figure 1.3 നോക്കുക. ഒരു ബോബ് ഒരു സ്ട്രിങ്ങുമായി ടൈ ചെയ്തിരിക്കുന്നു. ഈ സിസ്റ്റത്തിന് സിമ്പിൾ പെൻഡുലം എന്നാണ് പറയുന്നത്. ഈ പോയിന്റിൽ നിന്ന് ബോബിന്റെ സെന്റർ വരെയുള്ള നീളമാണ് സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത്. ടേബിൾ 1.1 നോക്കുക. സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് ആദ്യം 25 സെന്റിമീറ്റർ ആക്കുക. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് ഈ നീളം 25 സെന്റിമീറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് ഈ സ്ട്രിങ് മുകളിലോട്ടോ താഴോട്ടോ വലിക്കുക. ടൈം ടേക്കൺ ഫോർ 10 ഓസിലേഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുക. ഈ സിമ്പിൾ പെൻഡുലം ചെറിയ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യിക്കുക. ഈ പോയിന്റിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുക. ഓസിലേറ്റ് ചെയ്ത് തിരിച്ച് ഈ പോയിന്റിൽ തന്നെ എത്തുമ്പോൾ ഒരു ഓസിലേഷൻ ആകും. വീണ്ടും ഈ പോയിന്റിൽ തന്നെ എത്തുമ്പോൾ 2 ഓസിലേഷൻ ആകും. അങ്ങനെ 10 ഓസിലേഷൻ ആയി കഴിയുമ്പോൾ സ്റ്റോപ്പ് വാച്ച് ഓഫ് ചെയ്യുക. സ്റ്റോപ്പ് വാച്ചിൽ കാണിച്ചിരിക്കുന്ന സമയം ഇവിടെ എഴുതുക. രണ്ടാമതായിട്ട് സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് 60 സെന്റിമീറ്റർ ആക്കുക. ഇതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ടൈം ഫോർ 10 ഓസിലേഷൻസ് കണ്ടുപിടിക്കുക. മൂന്നാമതായിട്ട് പെൻഡുലത്തിന്റെ ലെങ്ത് 100 സെന്റിമീറ്റർ ആക്കുക. ടൈം ഫോർ 10 ഓസിലേഷൻസ് കണ്ടുപിടിക്കുക. പെൻഡുലത്തിന്റെ ലെങ്ത് 25 ആയിരിക്കുമ്പോൾ 10 ഓസിലേഷൻസിന് വേണ്ട സമയം 15 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ലെങ്ത് 60 സെന്റിമീറ്റർ ആയിട്ട് കൂട്ടുമ്പോൾ 10 ഓസിലേഷൻസ് എടുക്കുന്ന സമയം 20 സെക്കൻഡ്. ലെങ്ത് 100 സെന്റിമീറ്റർ ആക്കുമ്പോൾ 10 ഓസിലേഷൻസ് എടുക്കുന്ന സമയം 25 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ പീരീഡും ഫ്രീക്വൻസിയും നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. പീരീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് ആണ്. ടോട്ടൽ ടൈം ഈസ് 15 സെക്കൻഡ്, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഈസ് 10. So 15 divided by 10 is equal to 1.5. രണ്ടാമത്തെ കേസിൽ ടോട്ടൽ ടൈം ഈസ് 20 സെക്കൻഡ്, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഈസ് 10. So 20 by 10 is equal to 2. മൂന്നാമത്തെ കേസിൽ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു 25 സെക്കൻഡ്, നമ്പർ ഓഫ് ഓസിലേഷൻസ് ഈസ് ഈക്വൽ ടു 10. So 25 by 10 is equal to 2.5. ഫ്രീക്വൻസി കാണാൻ നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടൈം ആണ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് 10 ആണ്, ടൈം 15 സെക്കൻഡ് ആണ്. സോ 10 by 15 is equal to 0.67. സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് 60 സെന്റിമീറ്റർ ആയിരിക്കുമ്പോൾ നമ്പർ ഓഫ് ഓസിലേഷൻസ് 10ഉം ടോട്ടൽ ടൈം 20 സെക്കൻഡുമാണ്. സോ 10 divided by 20 that is equal to 0.5. മൂന്നാമത്തെ കേസിൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് 10 തന്നെയാണ്, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 25 സെക്കൻഡ് ആണ്. 10 by 25 is equal to 0.4. ഈ ടേബിൾ നോക്കുക. സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടൈം പീരിയഡും ഇൻക്രീസ് ചെയ്യും. അതേസമയം ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. What is the change in frequency when the length of the pendulum increases? പെൻഡുലത്തിന്റെ ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിക്രീസസ് എന്നതാണ് ആൻസർ. When the length of the pendulum increases, frequency decreases. Time required for one oscillation എന്ന് പറയുന്നതാണ് ടൈം പീരിയഡ്, ക്യാപിറ്റൽ ലെറ്റർ T. നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി, സ്മോൾ ലെറ്റർ F. ഈ പീരിയഡും ഫ്രീക്വൻസിയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നതാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത്. പീരിയഡിന്റെ ഇക്വേഷൻ ടോട്ടൽ ടൈം ബൈ നമ്പർ ഓഫ് ഓസിലേഷൻസ് എന്നാണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമ്പർ ഓഫ് ഓസിലേഷൻസ് ബൈ ടോട്ടൽ ടൈം എന്നാണ്. അതായത്
പീരിയഡിന്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി. പീരിയഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും. പീരിയഡ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. So frequency is equal to 1 by period. As the period increases, frequency decreases. ട്യൂണിംഗ് ഫോർക്കുകളിൽ മാർക്കിംഗ് കാണാറുണ്ട്. ഒരു മാർക്കിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് 256 ഹെർട്സ്. ട്യൂണിംഗ് ഫോർക്കുകളിൽ കാണാറുള്ള മറ്റ് മാർക്കിംഗ്സ് ആണ് 512 ഹെർട്സ്, 1024 ഹെർട്സ്, 128 ഹെർട്സ്, etc. Is there any relation between the marking on the tuning fork and its number of vibrations? ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യിക്കുമ്പോൾ ഒരു സെക്കൻഡിൽ അതിന്റെ പ്രോങ്സ് എത്ര തവണ വൈബ്രേറ്റ് ചെയ്യും എന്നതാണ് ഈ മാർക്കിംഗ് സൂചിപ്പിക്കുന്നത്. അതായത് ആ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസിയാണ് ആ കാണിച്ചിരിക്കുന്ന മാർക്കിംഗ്. Excite tuning forks of different frequencies in a similar manner and listen to the sound. പല ഫ്രീക്വൻസിയിലുള്ള ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്തിട്ട് അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നോക്കിയാൽ അവ തമ്മിൽ വ്യത്യാസം കാണും. ഫ്രീക്വൻസിയിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ട്യൂണിംഗ് ഫോർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിനും വ്യത്യാസം വരുന്നത്. ഇത് ചോദിച്ചിരിക്കുന്നു, ഡു യു ഫീൽ എനി ഡിഫറൻസ്? യെസ് എന്നുള്ളതാണ് ആൻസർ. Isn't the difference in frequency the reason for the difference in sound here? അതും yes എന്നാണ്. ഒരു ഓബ്ജക്റ്റ് ഫ്രീ ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ഇന്നേറ്റ് ഫ്രീക്വൻസിയിലാണ്, അല്ലെങ്കിൽ സ്വാഭാവികമായ ഫ്രീക്വൻസിയിലാണ്. അതിനാണ് ആ ഓബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. When an object vibrates freely, it vibrates in its innate frequency. This is the natural frequency of the object. ഒരു ഓബ്ജക്റ്റിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് ലെങ്ത് ഓഫ് ദി ഓബ്ജക്ട്, സൈസ് ഓഫ് ദി ഓബ്ജക്ട്, ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, എക്സെട്ര. ഇലാസ്റ്റിസിറ്റി എന്നാൽ എന്താണെന്നുള്ളത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു റബ്ബർ ബാൻഡ് നമ്മൾ വലിക്കുകയാണെങ്കിൽ അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരും. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്താൽ ആ റബ്ബർ ബാൻഡ് തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വരും. അതായത് ഒരു ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ ഒരു ഓബ്ജക്റ്റ് അതിന്റെ ഒറിജിനൽ ഷേപ്പിലേക്കും സൈസിലേക്കും തിരിച്ചു വരികയാണെങ്കിൽ ആ കഴിവിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. സോ ഓബ്ജക്റ്റിന്റെ ലെങ്തിനെയും ഓബ്ജക്റ്റിന്റെ സൈസിനെയും ഓബ്ജക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റിയെയും ആ ഓബ്ജക്റ്റിന്റെ മെറ്റീരിയലിന്റെ നേച്ചറിനെയും അനുസരിച്ചായിരിക്കും അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി. ഡു ഓൾ ഓബ്ജക്ട്സ് വൈബ്രേറ്റ് ഓൺലി ഇൻ ദർ നാച്ചുറൽ ഫ്രീക്വൻസി? എല്ലാ ഓബ്ജക്ട്സും അവയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ മാത്രമേ വൈബ്രേറ്റ് ചെയ്യത്തുള്ളൂ. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസിനെ കുറിച്ച് പറയണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.